ഏറ്റവും വലിയ വേദന ഏതാ? മരണത്തിന്റെ വേദനയാണ്. ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് അവസാനം പറയും. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന രംഗമുണ്ട്. ഞാൻ പറഞ്ഞു ആരംഭമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഈ പന്മലയിൽ നിന്ന് നേരെ മംഗലാപുരത്തോട്ട് പോകുമ്പോഴായിരിക്കും ടിപ്പർ ഒന്നങ്ങോട്ട് ഇടിച്ചു കയറണത്. അസ്റായീൽ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റൂല. എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റൂല. ആരംഭ ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കുന്നത് പോലെയല്ല എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ റൂഹ് പിടിക്കുന്നത്. എങ്ങനെയാണ് റൂഹ് പിടിക്കുന്നതെന്നറിയോ? പടച്ചവനെ ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ഒറ്റക്കല്ല ചെറുപ്പക്കാരാ അസ്റായീൽ കടന്നു വരുന്നത്. ഒറ്റക്കല്ല പ്രിയമുള്ളവരെ, അസ്റായീൽ കടന്നു വരുന്നത് ഒരു കൂട്ടം ആളുകളായിട്ടാണ് അല്ലാഹ്, ഒരു കൂട്ടം മലക്കുകളായിട്ട് എന്റെ പ്രിയമുള്ളവരെ അസ്റായീൽ കടന്നു വരികയാണ്. പടച്ചവനെ നാം പേടിക്കുകയാണ്. പടച്ചവരെ ഞങ്ങൾക്ക് നീ നല്ല മരണം തരണേ അല്ലാഹ്, ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ അല്ലാഹ്. പടച്ചവനെ മരിക്കുന്ന സമയത്ത് റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഇവിടെ ഇരിക്കുന്ന പാവങ്ങൾക്ക് നീ കൊടുക്കണേ അല്ലാഹ്. അസ്റായീലിന്റെ പ്രിയമുള്ളവരെ ഒരു കൂട്ടം മലക്കുകളുമായി കടന്നു വരികയാണ്. പടച്ചവനെ റബ്ബേ അസ്റായീലിന്റെ പ്രിയമുള്ളവരെ നിന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. ഈ പന്മലയുടെ പരിസരത്തോടെ അല്ലാഹ് കള്ളു കുടിച്ചവനുണ്ടോ, വ്യഭിചരിച്ചവനുണ്ടോ, മോശത്തരത്തിൽ പോയവനുണ്ടോ, റമദാൻ മാസത്തിൽ എന്നെ പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് പോലും പിടിക്കാതെ ഈ പള്ളിയുടെ പരിസരത്തൂടെ ചുണ്ടിലൂടെ സിഗരറ്റ് വെച്ച് നടന്നവനുണ്ടോ അല്ലാഹ്, കൂള് വെച്ചവനുണ്ടോ അല്ലാഹ്, ലഹരി ഉപയോഗിച്ചവനുണ്ടോ അല്ലാഹ്, മാരകമാകുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ട് ലക്കില്ലാതെ പന്മലയുടെ പരിസരത്തൂടെ പോയവരെ എന്റെ പ്രിയമുള്ളവരെ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന രംഗമാണ്. പടച്ചവരെ പേടിയാകുന്നു അല്ലാഹ്. നിങ്ങൾ മരിക്കൂലയെന്ന് വിചാരിക്കുന്നുണ്ടോ? കോവിഡ് കടന്നു വന്നപ്പോ, ഒമിക്രോൺ കടന്നു വന്നപ്പോ, നിപ്പ കടന്നു വന്നപ്പോ എത്രയോ പാവങ്ങളല്ലാ, ഒരു കുഴപ്പമില്ലാത്ത പാവങ്ങളല്ലാ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ റബ്ബേ എപ്പോഴും ഹറാമ് ചെയ്യുന്നവനാണ് അല്ലാഹ്. റമദാനിൽ നോമ്പ് വരുമ്പോ വീട്ടിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനാണ് അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന രംഗമതാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരികയാണ്. ഒറ്റക്കല്ല മോനെ ക്യാപ്റ്റനാരാ നിന്റെ റൂഹ് പിടിക്കുന്നതിന്റെ ക്യാപ്റ്റനാരാ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട അസ്റായീൽ കടന്നു വന്നിട്ട് നിന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. നിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ അല്ലാഹ് ഇങ്ങനെ മലക്കുകൾ എന്റെ പ്രിയമുള്ളവരെ കൂടി നിൽക്കുകയാണ് റബ്ബേ. ഇത് കാണുമ്പോ പടച്ചവനെ വിറം കലിക്കുന്നു റബ്ബേ. എന്നെ വിടണേ അല്ലാഹ്, എന്നെ വെറുതെ വിടണേ അല്ലാഹ്. റബ്ബിർജിഊനി ലഅല്ലി അഅമലു സാലിഹാത്ത്. റബ്ബേ എനിക്ക് കുറച്ചു നേരം കൂടി ജീവിക്കാൻ ആഫിയത്ത് തന്നാൽ പടച്ചവനെ എന്നെ നീ തിരിച്ചു വിട്ടാൽ, പടച്ചവനെ എന്റെ റൂഹ് പിടിക്കാതെ നീ എന്നെ തിരിച്ചു വിട്ടാൽ ഇനി എപ്പോഴും ഞാൻ നമസ്കരിച്ചോളാം. അല്ലാഹ് പറയടാ കയ്യിലങ്ങ് വെച്ചോ, എടാ നീ കയ്യിൽ വെച്ചോ, ഒന്നും ചെയ്യണ്ട, നീ ഒന്നും പണയണ്ട, പോകാം. ആര് പറയും? അസ്റായീൽ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുപോകാൻ തീരുമാനിക്കും. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യും? ഇങ്ങനെ നിന്റെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. ബാക്കിയുള്ള ഓരോ മലക്കളും നിന്റെ ശരീരത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിൽക്കും. നല്ലവരാണെങ്കിൽ നല്ല മുഖത്തോടുകൂടി നിൽക്കും, ചീത്തവരാണെങ്കിൽ ചീത്ത മുഖത്തോടുകൂടി നിൽക്കും. അല്ലാഹ് ഈമാൻ തരട്ടെ. അല്ലേ? നമുക്ക് ഇതൊക്കെ പറയുമ്പോ തമാശ. ഉസ്താദ് ഇത് പറഞ്ഞിട്ട് പോകും, നാളെ വേറെ ഉസ്താദ് മറ്റന്നാ ചോറുണ്ട് ഞങ്ങളത് കഴിച്ചിട്ട് പോകും. അല്ലേ? നമ്മുടെ വിചാരം അതാ. നമ്മൾ ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മൾ കരുതേണ്ടത് ഈ മരിക്കാൻ കിടക്കണ ചങ്ങാതി ചിലപ്പോ ആ സമയത്ത് ഒരു പ്രശ്നമില്ലാതെ കിടക്കണുണ്ടാകും, പക്ഷേ അവനുള്ളിന്റെ ഉള്ളറയിൽ ആ വേദന അനുഭവിക്കുന്നുണ്ടാകും. അല്ലാഹ് ഈമാൻ തരട്ടെ.
അല്ല ഈമാൻ തരട്ടെ. ചില ആളുകൾ പേടിച്ചിട്ട് പറയും, ഖബറിനെ പേടിച്ചിട്ട് പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയി അടക്കണ്ട. എന്റെ മയ്യത്ത് എന്ത് ചെയ്യാം? മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് വെട്ടിമുറിക്കാൻ കൊടുക്കുക. എടാ അവന്റെ ഖബർ ഏതാ? അവിടെ വെച്ച അല്ലേ? ചില ആളുകൾ പറയും എന്നെ അടക്കരുത്. ഇപ്പൊ എന്റെ ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാല് എന്റെ ഉപ്പ എന്നോട് പറയാ, ആശിക്കേ നിന്റെ കയ്യിൽ കുറെ പൈസ ഒക്കെ ഉണ്ടല്ലോ, നീ അല്ല ഇപ്പൊ അങ്ങനെയാണ് പറയണം. ഉസ്താദുമാരുടെ ഒരുപാട് ഉസ്താദുമാര് കാറിൽ വന്നാൽ അത് പ്രശ്നം, ഉസ്താദുമാർ നല്ലൊരു വസ്ത്രം ഇട്ടാൽ പ്രശ്നം. പലരുടെയും വിചാരം നമ്മുടെ കയ്യിൽ കണക്കിൽ കൂടുതൽ പൈസ ഉണ്ടെന്ന. ഒരു മാസത്തെ 30 ദിവസം വകുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വിചാരം അങ്ങനെ കൂട്ടും. 5000 10000 ഞങ്ങളുടെ മഹലിലൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാർ. ഞാനോട് ചെല്ലും 40,000 ഉപ്പ ഈ ആഴ്ച ഒപ്പിച്ചിട്ട് മൂല്യാര് വരണ വരകണ്ടില്ലേ. ചില ആളുകൾ പറയും, അതാ പറയാ എന്റെ ഉപ്പ ഇപ്പൊ എന്നോട് പറയാ, ഉപ്പ പറയണത് എടാ ഞാൻ മരിക്കുമ്പോ എനിക്ക് പേടിയാ ഖബർ. എടാ ഞാൻ മരിക്കുമ്പോ എനിക്ക് ഖബർ പേടിയാ, അതുകൊണ്ട് നീ എന്നെ അടക്കണ്ട. നീ എന്ത് ചെയ്യാ? വീട്ടിലൊരു മൊബൈൽ ഫ്രീസറൊക്കെ വെച്ചിട്ട് ഫിരിഔനെ കിടത്തിയിരിക്കണ പോലെ കിടത്തിയേക്കാൻ പറയാ. എന്റെ വാപ്പാടെ ഖബറേതാ? ആ മൊബൈൽ ഫ്രീസറിന്റെ അകത്താ. നമ്മളൊന്നും കാണുന്നില്ല. വാപ്പ അദാബ് ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും, പാമ്പുണ്ടാകും, തേളുണ്ടാകും. ചില ആളുകളുടെ വിചാരം എന്നാന്ന് പറഞ്ഞാല് ചില ഖബറ് പൊളിക്കുമ്പം ചില ആളുകൾ പറയും, ഉസ്താദേ ഞങ്ങള് പാമ്പിനെ കണ്ടില്ലല്ലോ, തേള് കണ്ടില്ലല്ലോ. എടാ ചങ്ങാതി, അത് ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും അതിന്റെ അകത്ത് കിടക്കണത്. അദ്ദേഹം ഇങ്ങനെ കിടന്ന് വിറങ്കലിക്കലുണ്ടാകും. അല്ല ഈമാൻ തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പേടിയില്ല. കന്നഡ സീരിയലൊക്കെ കണ്ട് അല്ലെ, കന്നഡയിലെ സിനിമയൊക്കെ കണ്ട് റമളാനിൽ 30 നോമ്പ് നോറ്റിട്ട് അല്ലെ, 30 നോമ്പ് നോറ്റ് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ തറാവീഹ് എന്റെ പൊന്നെ നബൈത്തുൽ ഇഅ്തികാഫ് ഫീ ഹാദിൽ മസ്ജിദ് ലില്ലാഹി തആല, അല്ലാഹു തആല വേണ്ടി പള്ളിയിൽ ഇഅ്തികാഫിനെ ഞാൻ കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പള്ളിയിൽ കയറി നമസ്കരിച്ചു. അവസാനം പെരുന്നാളിന്റെ ദിവസം കന്നഡയിൽ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുമ്പോ കുടുംബസമേതം പോയി ഹൈവാൻ കാണുക. എടാ ചങ്ങാതി, നീ പിടിച്ച നോമ്പ് പോയി. എടാ ചങ്ങാതി, നീ കൊടുത്ത സക്കാത്ത് പോയി. നീ കൊടുത്ത സദക്കയുടെ കൂലിയൊക്കെ എവിടെ പോയി? സിനിമ കാണലോടുകൂടി പോയില്ലേ? അല്ല ഈമാൻ തരട്ടെ, അല്ല ഈമാൻ തരട്ടെ. ആരംഭ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നതല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അസ്രായീൽ ഒറ്റയ്ക്കല്ല. എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയോ? അസ്രായീൽ വന്നുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ, അല്ലാഹുവേ കാലിന്റെ ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടം മലക്കുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. നിന്റെ മുട്ടിന്റെ ഭാഗത്തുണ്ടല്ലോ രണ്ടാമത്തെ കൂട്ടം മലക്കുകൾ നിൽക്കുകയാണ്. മൂന്നാമത്തെ ആളാരാ? നിന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുന്നു അല്ലാ. ക്യാപ്റ്റനാരാ? ക്യാപ്റ്റനാരാ? പ്രിയമുള്ളവരെ, അസ്രായീലാണ്, അസ്രായീലാണ്, അസ്രായീലാണ്. അസ്രായീലിന്റെ പ്രിയമുള്ളവരെ സമ്മതം കൊടുക്കുമ്പോ നിന്റെ കാലിന്റെ ഭാഗത്തുള്ള മലക്കുകളല്ലാ നിന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാ, ഈ പന്മലയുടെ പരിസരത്തിന്റെ പ്രിയമുള്ളവരെ, പൈസയുടെ പൊളപ്പില് പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി പ്രിയമുള്ളവരെ ഒന്നും കൊടുക്കാത്ത അല്പന്മാരുണ്ടെങ്കിൽ കേട്ടുകൊള്ളുക. ഈ മിനാരം പണിതപ്പോ ഇതിനെ വിമർശിച്ചവരെന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ, ഈ പന്മല മക്കാമിൽ കിടക്കുന്ന ഈ മഹാനെ വിമർശിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളുക. നിങ്ങളെ റൂഹ് പിടിക്കുന്ന രംഗമല്ലാ ദയനീയമാണ്. അല്ലാ, പടച്ചവനെ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയോ? ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ സമ്മതം കൊടുക്കുമ്പോ ഒരു മലക്കന്റെ പ്രിയമുള്ളവരെ നിന്റെ റൂഹ് ഇങ്ങനെ കാല് മുതൽ പിടിക്കുകയാണ്. റബ്ബേ, കരയുകയാണ് അല്ലാ, വേദനിക്കുകയാണ് അല്ലാ, വിസലമാണ് അല്ലാ, സങ്കടമാണ് അല്ലാ, നൊമ്പരമാണ് അല്ലാ, ദുഃഖമാണ് അല്ലാ. കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു, റബ്ബേ എന്നെ വെറുതെ വിടണേ അല്ലാ, വെറുതെ വിടണേ അല്ലാ, പാവമാണ് അല്ലാ. ഇനി എനിക്കൊരവസരം തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി റബ്ബേ എന്നും ഇബാദത്ത് ചെയ്തുകൊണ്ട് റബ്ബേ ഞാൻ കഴിഞ്ഞു കൂടാമെന്ന് പറയുമ്പോ വേണ്ടടാ വേണ്ടടാ എന്ന് അസ്രായീൽ എന്റെ പ്രിയപ്പെട്ടവരെ നിന്നോട് മറുപടി പറയുന്നതാണ്. അങ്ങനെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിക്കുമ്പോ വല്ലാതെ വേദന കൊണ്ട് കരയുന്നു. റബ്ബേ, നിന്റെ നഖമുണ്ടല്ലോ, ആ നഖം എന്റെ പ്രിയമുള്ളവരെ നിന്റെ തൊലിയിൽ നിന്ന് പിഴുതെറിയുന്നതിന് പോലെ അതിനേക്കാൾ വേദനയിൽ എന്റെ പ്രിയപ്പെട്ടവരെ മലക്കുകൾ ഇങ്ങനെ റൂഹ് പിടിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിന്റെ തള്ളവിരലിന്റെ ഭാഗത്തുനിന്ന് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ റൂഹ് പിടിച്ചു തുടങ്ങും. ഇവൻ കരയും. നിന്റെ നഖം എടാ ചങ്ങാതി, നിന്റെ ഈ വെള്ള നഖം, ഈ നഖവും ഈ അല്ലെ പെങ്ങന്മാര് മൈലാഞ്ചി ഇട്ട നഖം, ക്യൂട്ടറ്റ്സ് ഇട്ട നഖം അല്ലെ എടുത്താല് പിടിക്കോ? ഇല്ല. ആ നഖം ചെയ്യും. ഈ നഖം നിന്റെ ഈ ശരീരത്തിൽ നിന്ന് നീ ഇങ്ങനെ പൊക്കി നോക്കി. എല്ലാവരും ഇങ്ങനെ പിടിച്ച നഖത്തിൽ ഇങ്ങനെ പിടിച്ച് പിരിക്കാനല്ല, വല്ലാഹി പിരിക്കാനല്ല. കൈവക്കാൻ പറഞ്ഞ പിരിവെന്ന് എല്ലാവരും വിചാരം. എല്ലാവരും ഒന്ന് പിടിച്ച് ഈ നഖത്തിലൊന്ന് പിടിച്ച് ചങ്ങാതിമാരെ, നഖത്തിലൊന്ന് പിടിച്ച്
ഈ നഖത്തിൽ റൂഹ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹ് ഈമാൻ തരട്ടെ, അല്ലാഹ് ഈമാൻ തരട്ടെ. ഒരു കൂട്ടം മലക്കുകൾ ഇങ്ങനെ നിന്റെ നെരിയാണിയിൽ നിന്ന് പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ നിർദ്ദേശം കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവേ, അസ്രായീലിന്റെ പ്രിയമുള്ളവരെ നിർദ്ദേശം കൊടുക്കുമ്പോ നെരിയാണിൽ നിന്ന് പിടിച്ചുകൊണ്ട് മുട്ടിന്റെ ഭാഗത്തുള്ള റൂഹ് പിടിക്കാൻ കടന്നു വന്ന മലക്കുകളുടെ കയ്യിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കൊടുക്കുകയാണ്. മുട്ടിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിന്റെ കാലിൽ നിന്ന് പിടിച്ചു തുടങ്ങുന്ന റൂഹുണ്ടല്ലോ, മുട്ടിന്റെ ഭാഗത്തുള്ള മലക്കിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പടച്ചവനെ, എത്രയോ ഹറാമുകൾ ചെയ്യാൻ ഈ പന്മലയുടെ പരിസരത്ത് എത്ര മോശത്തരങ്ങൾ ചെയ്യാൻ അപ്പുറത്തുള്ള താത്തയുടെ വീട്ടിലേക്ക്, അപ്പുറത്തുള്ള ചെറുപ്പക്കാരാ, നിന്റെ കാലിൽ നിന്ന് പടച്ചവൻ അതാ റൂഹ് പിടിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. റബ്ബേ, കരയുന്നു നിന്റെ കാലിന്റെ ഭാഗത്തുനിന്ന്, നെരിയാണിയുടെ ഭാഗത്തുനിന്ന് ഒരു കൂട്ടം മലക്ക് മുട്ടിലുള്ള നെരിയാണിക്ക് നിന്റെ കാലിലുള്ള മലക്കിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ മലക്കിന്റെ പ്രിയമുള്ളവരെ വേദനയോടുകൂടി വലിച്ചെടുത്തുകൊണ്ട് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. മുട്ടിൽ മുന്നിന്റെ പ്രിയമുള്ളവരെ അരയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അരയിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് നെഞ്ചിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ നിന്റെ തൊണ്ടക്കുഴിയുണ്ടല്ലോ, ഹറാമ് കടിച്ച തൊണ്ടയുണ്ടല്ലോ, ഹറാമിന്റെ പ്രിയമുള്ളവരെ പറഞ്ഞ തൊണ്ടയുണ്ടല്ലോ, ഹറാമ് പാടിയ തൊണ്ടയുണ്ടല്ലോ, ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ റൂഹ് പിടിച്ചു കൊണ്ടുവരികയാണ്. അവിടെ വെച്ചുകൊണ്ട് കൈമാറുന്നു. റബ്ബേ, ആരുടെ കയ്യിലെന്നറിയോ, ആരുടെ കയ്യിലെന്നറിയോ? ക്യാപ്റ്റന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, അസ്രായീലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പടച്ചവനെ, ഇത് കാണുമ്പോ നിലവിളിക്കുന്ന കൊടുക്കല്ലേ, കൊടുക്കല്ലേ, അസ്രായീലിന്റെ കയ്യിലേക്ക് കൊടുക്കല്ലേ, എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഇത് പറയുമ്പോ റബ്ബേ, മലക്കുകൾ എന്റെ പ്രിയമുള്ളവരെ കേൾക്കുന്നില്ല, മലക്കുകൾ എന്റെ പ്രിയമുള്ളവരെ കേൾക്കുന്നില്ല. ക്യാപ്റ്റന്റെ കയ്യിലേക്ക് ബഹുമാനപ്പെട്ട അസ്രായീലിന്റെ കയ്യിലേക്ക് നിന്റെ റൂഹന്റെ പ്രിയമുള്ളവരെ അവരിങ്ങനെ കൈമാറുകയാണ്. നിലവിളിക്കുകയാ, ആരുമില്ല. ഒരുപാട് പന്മലയുടെ പരിസരത്ത് അടക്കാത്തോട്ടമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരുപാട് കെട്ടിടങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആരും വരില്ല. അസ്രായീലിന്റെ കയ്യിൽ നിന്ന് റൂഹ് തട്ടിപ്പിടിക്കാൻ ആരും വരില്ല. ആരും വരില്ല. അസ്രായീലിന്റെ പ്രിയപ്പെട്ടവരെ വേദനയോടുകൂടി തൊണ്ടയിൽ നിന്ന് നിന്റെ റൂഹ് പിടിച്ചിട്ട് ആ കണ്ണിലൂടെ കൊണ്ടുപോകുമ്പോ അത്ഭുതത്തോടുകൂടി കണ്ണിലൂടെ റൂഹ് പോകുന്ന രംഗം എന്റെ പ്രിയമുള്ളവരെ ആ കിടക്കുന്നവൻ നോക്കി നിൽക്കുകയാണ്. അല്ലാഹ് ഈമാൻ തരട്ടെ. തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ റൂഹ് പിടിക്കാൻ ബഹുമാനപ്പെട്ട അസ്രായീൽ കടന്നു വരുമ്പോ എല്ലാവരും കരയും. കൊടുക്കല്ലേ റബ്ബേ, ചങ്ങാതി എന്നെ പിടിച്ചു കൊണ്ടുപോകും റബ്ബേ. നമ്മളൊക്കെ കരയും, ഞാനും കരയും, പ്രസിഡന്റും കരയും, സെക്യൂരിറ്റിയും കരയും, ട്രഷററും കരയും, എല്ലാവരും കരയും. എന്നെ ബുക്ക് ചെയ്തതൊക്കെ കരയും, എല്ലാവരും ഇങ്ങനെ കരയും. പടച്ചവനെ കൊടുക്കല്ലേ അല്ലാ. മലക്കെന്ത് ചെയ്യും? മലക്ക് കൊടുക്കും. അസ്രായീൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് നിന്റെ കണ്ണിന്റെ ഭാഗത്തിലൂടെ കൊണ്ടുപോകുമ്പോ, അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ, മരിച്ചു കിടക്കണ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നു വെക്കും, അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ണിങ്ങനെ തുറന്നു വെക്കും. ഈ കണ്ണിങ്ങനെ തുറന്നു വെക്കാനുള്ള കാരണം എന്താ? ഇങ്ങനെ അത്ഭുതപ്പെട്ട്, അല്ലെ, നിന്റെ റൂഹ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അസ്രായീൽ കൊണ്ടുപോകുന്ന രംഗം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നതാ. അതാ പറയണത്, മരിച്ചു കിടക്കുമ്പോ ആദ്യമേ ചെയ്യേണ്ട എന്താ? കണ്ണിങ്ങനെ അടക്കണം, വായും അടക്കണം എന്ന് പറയും, അല്ലെ? ഇങ്ങനെ റൂഹ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ കണ്ണിങ്ങനെ തുറന്നിട്ട് അത്ഭുതത്തോടു കൂടി എങ്ങോട്ടായത് കൊണ്ടുപോകണത് എന്നിങ്ങനെ നോക്കി. അതിപ്പോ കേരളക്കാർക്ക് മാത്രം ഈ ഓഫർ എല്ലാവർക്കും ഉണ്ട്. ഈ പ്രസംഗിക്കണ ഞാനാണെങ്കിലും ആരാണെങ്കിലും എന്താ എല്ലാവരും ഇങ്ങനെ തുറന്നു നോക്കും. അല്ലാഹ് ഈമാൻ തരട്ടെ.
എടാ ചങ്ങാതി, നബി തങ്ങൾ ദുആ ചെയ്തില്ലേ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് നീ മരണവേദന കുറച്ചു തരണേ അല്ലാഹ്. എന്നിട്ട് നമ്മൾ ഒരു ഇസ്രായേൽ റൂഹ് പിടിക്കുമ്പോ ഒരു വേദന കുറയണമെങ്കിൽ സാധാരണ രീതിയിൽ റൂഹ് പിടിച്ചെന്തെങ്കിലും വേദന ഉണ്ടാകും. അതിൽ നിന്നൊരു ചെറിയൊരു ശതമാനമെങ്കിലും നിങ്ങൾ വേദന കുറയണമെങ്കിൽ ഹബീബാകുന്ന നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ നമസ്കരിക്കുക, അല്ലാഹ് ഈമാൻ തരട്ടെ. എടാ ചങ്ങാതി, നിങ്ങൾ നമസ്കരിച്ചാല് നിങ്ങളുടെ റൂഹ് പിടിക്കണത് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്നേഹത്തോടുകൂടി പിടിക്കും. അല്ലാഹ് ഈമാൻ തരട്ടെ. ഇതങ്ങോട്ട് പറയുമ്പോൾ ഉസ്താദെ പറ്റൂല. ഇവിടുത്തെ മോദിൻ സാഹിബ് ബാങ്ക് വിളിക്കണ ഉസ്താദ്, മറ്റേ ഉസ്താദ് പാട്ട് പാടി ഉസ്താദ്, അല്ലാഹ് നല്ല ശബ്ദം, നല്ല പാട്ട്. ഈ പയ്യന്നൂർ തസ്സീരിമാർക്ക് നല്ല പാട്ട് പാടാൻ കഴിയുക അല്ലെ. അല്ലാഹു ഹാഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. നല്ല ശബ്ദം. അല്ലാഹു എന്നും അല്ലെ മുത്തുനബിയുടെ മദ്ഹ് പറയാനുള്ള തൗഫീഖ് ഉസ്താദിന് കൊടുക്കട്ടെ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. നല്ല വെറുതെ ഇരുത്തിപ്പൊക്കി അല്ലെ ഇവിടെ ഉണ്ടാവും, വെറുതെ പൊക്കണമല്ല കേട്ടോ അല്ലെ. ഇനി എന്തെങ്കിലും കിട്ടാനായിട്ടാവുന്നില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു നല്ല ശബ്ദം അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ അല്ലെ. ആര് മരിച്ചാലും അല്ലെ. അപ്പൊ ഈ മുഅദ്ദിൻ ഉസ്താദ് ഷാഫി ഉസ്താദ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുക. സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പം ഇവിടെ പന്മലയുടെ പരിസരത്തൊക്കെ ചില ആളുകൾ സുബൈക്ക് ഇങ്ങനെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ഈ ചങ്ങാതി കണ്ട് പയ്യെ ബാങ്ക് കൊടുത്താൽ ഉറങ്ങണമല്ലോ. ചില ആളുകൾ എന്തെങ്കിലും പറയും. ഇവിടെ അങ്ങനെ നിസ്കരിക്കാനൊക്കെ ആളുകളുണ്ടോ? ഉസ്താദ് വിറക്കാണല്ലോ, ജോലി പോകുന്ന അത്യാവശ്യം ആളുണ്ടോ? അത്യാവശ്യം ആള് നിസ്കരിക്കാൻ ദൂരത്താണോ വീടില്ല. അപ്പൊ ഉസ്താദ് മോദിൻ ഉസ്താദ് മാത്രമല്ല നിസ്കരിക്കാൻ. ആണോ? അങ്ങനെയാണ്. മെയിനായിട്ട് മക്കാമാണ് ഇവിടെ. അവിടെ സിയാറത്തിന് വരുന്ന ആൾക്കാരെ അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാവരും നിലനിർത്തി കൊടുക്കട്ടെ. ഈ നാട്ടിൽ ഐക്യവും സ്നേഹവും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഇതിന്റെ പരിസരത്ത് ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. അല്ലാഹു ഈ മതമൈത്രി എന്നും നിലനിർത്തട്ടെ. പലരും പല പ്രശ്നമൊക്കെ ആയിട്ട് വരും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പള്ളി പൊളിച്ചു കളഞ്ഞാലും ഒരു അമ്പലം പോലും പൊളിക്കാൻ പാടില്ല. ഒരു പള്ളി ഞാൻ പറഞ്ഞു വന്നത് എന്ത് ചെയ്യാം? നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമ്പോ ഒരു ഒരു നേരിയ രീതിയിലായിരിക്കും നിങ്ങളുടെ റൂഹ് പിടിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനു മുമ്പ് മരണത്തിന്റെ ലക്ഷണമുണ്ട്. ചങ്ങാതി, മരണത്തിന്റെ ലക്ഷണമുണ്ട്. ആരംഭ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, മരണത്തിന് 3 അടയാളമുണ്ട് മോനെ. എന്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പരതി കഴിഞ്ഞാൽ കാണാം. ചെറുപ്പക്കാരാ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ. അല്ലാഹുവേ, ഇസ്രായേലിന്റെ പ്രിയപ്പെട്ടവരെ റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, ഇസ്രായേലേ എന്തേ കടന്നു വന്നത്? ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ വന്നു. റൂഹ് പിടിക്കാൻ കടന്നു വന്നപ്പോൾ യാക്കൂബ് നബി ചോദിച്ചു, എന്താ ഇസ്രായേലേ ഇവിടെ എന്തേ? എന്റെ വീട്ടിൽ നിങ്ങൾക്ക് എന്തേ കാര്യം? ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. ഇസ്രായേൽ പറഞ്ഞു, നല്ല കളി. ഞാൻ സാധാരണ വരുന്നത് എന്തിനാന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാ, കൊണ്ടുപോകാനാ അല്ലേ, അള്ളാന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോകാനാ. നിങ്ങൾ മാത്രമായിരിക്കും എന്നോട് ഇപ്പൊ ചോദിച്ചിക്കണം ഇങ്ങനെ. യാക്കൂബിന് പറഞ്ഞു, ഇത് ഒരു ഫൗള് കളിയാണ്. ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ വരണ്ടേ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സംഭവമാണ് കേരയിൽ. ഈ കേരയിലിനെ ഇന്ന് കണ്ടതാണ്. ഒരു പാവപ്പെട്ട സഹോദരൻ 16 വർഷത്തോളം കഷ്ടപ്പെട്ട ഒരു വീടുണ്ടാക്കി. ആ വീടിന്റെ മുമ്പിൽ വന്നിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ട് എന്നിട്ടു കല്ലിട്ടു കേരയിലിന് അല്ലേ. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ നേരത്തെ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ, കേരയിൽ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ വീട് വെക്കുമോ? അദ്ദേഹം ചോദിക്കണത് ചോദ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിനോട് യാക്കൂബ് നബി ചോദിച്ചു, ഇസ്രായേലേ ഒന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്നൂടെ, ഒന്ന് ഒരുങ്ങി നിൽക്കാമായിരുന്നു, ഇട്ട് നല്ല രീതിയിൽ നിൽക്കാമായിരുന്നു. ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞപ്പോ ഇസ്രായേൽ പറഞ്ഞു, അതൊന്നും പറ്റൂല, കൊണ്ടുപോകാൻ തന്നെ വന്ന. പിന്നെ യാക്കൂബ് നബിയല്ലേ എന്നുള്ളൊരു ഡിമാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഞാൻ വരുന്നതിന് മുമ്പ് ഒരു 3 ദൂതന്മാരെ നിങ്ങൾക്ക് ഞാൻ 3 ദൂതന്മാരെ. ഈ 3 ദൂതന്മാരെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്ക് മാത്രമല്ല കൊടുക്കണത്, ഈ ആഷിഖ് ദാരിമി എന്ന് പറയുന്ന എനിക്കും തരും, ഇവിടെ ഇരിക്കണ ദാരിമി ഉസ്താദുമാർക്കും കൊടുക്കും, ഇവിടെ ഇരിക്കണ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഖജാൻജിക്കും എല്ലാവർക്കും കൊടുക്കും അല്ലെ. ഇവിടെ അന്തിയിറങ്ങണ ഈ മഹാനും കൊടുത്തിട്ടുണ്ട്. ഈ 3 ദൂതരെന്ത് ചെയ്യും? എല്ലാവർക്കും കൊടുക്കും മരിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാമൊക്കെ പറഞ്ഞ് ഇസ്രായേൽ പോയി. ഇസ്രായേൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു.
യാക്കൂബ് നബി വീണ്ടും ചോദിച്ചു, അസ്രായിലേ എന്താടാ ഇവിടെ വന്നിട്ട്? ബഹുമാനപ്പെട്ട അസ്രായിൽ പറഞ്ഞു, യാക്കൂബ് നബിയെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു റൂഹ് പിടിക്കാൻ വരുമ്പോ. അപ്പൊ അങ്ങോട്ട് യാക്കൂബ് നബി പറഞ്ഞു, അസ്രായിലേ നിങ്ങളല്ലേ പറഞ്ഞത് ഒരു 3 ദൂതന്മാരെ നിങ്ങൾ എന്നോട് അയക്കുമെന്ന് പറഞ്ഞല്ലോ. ആ 3 ദൂതന്മാരെ ഞാൻ കണ്ടില്ല, കണ്ടെങ്കിൽ ചായം കാപ്പിയും കൊടുത്ത് വിട്ടേൻ, അതായിരിക്കും. അങ്ങനെ പറഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങ് പറഞ്ഞപ്പോ അസ്രായിൽ പറഞ്ഞു, 3 ദൂതന്മാരെ ഞാൻ അയച്ചത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. ബഹുമാനപ്പെട്ടവരത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ ഇരിക്കണവര് അല്ലെ, ഞാനിത് പറയുമ്പോ നിങ്ങളുടെ ശരീരത്തിൽ ഈ മാറ്റങ്ങളുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹ് ഈമാൻ തരട്ടെ. ചെറുപ്പക്കാരായിരിക്കും, ഈ അസുഖം ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പറയണം 3 ദൂതന്മാര് നിങ്ങളുടെ ശരീരത്തുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പലരുടെയും വിചാരം ഉസ്താദ് 60 വയസ്സായാലും മാത്രമേ മരിക്കൂ. വെച്ചാ മതി, എല്ലാവരും മരിക്കും. 10 വയസ്സായവര്, 2 വയസ്സായവര്, 3 വയസ്സായവര്, എത്ര കുട്ടികൾ മരിക്കണത്? ഏത് സമയത്തും മരിക്കാം. ബഹുമാനപ്പെട്ടവരെന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുകയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട അസ്രായീൽ പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഞാൻ അയച്ച ഒന്നാമത്തെ ദൂതനാരാ ബയാലു ശൈരി ബഅദ സവാദിഹി. എന്റെ പ്രിയമുള്ള ഉപ്പമാരെ പഠിച്ചുകൊള്ളുക. ഞാനിത് പറയുമ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രിയമുള്ളവരെ ഇതുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ അടയാളമേതാ? മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമേതോ? നരയാണു റബ്ബേ. പ്രകൃതിപരമായിട്ടുള്ള നരയല്ല, പകരം അതിൽ അല്ലെ ചില കുട്ടികൾ ജനിക്കുമ്പോ തന്നെ നരയായിരിക്കും. ചില ആളുകൾ ഇപ്പൊ നര ഭയങ്കര ഫാഷനായിട്ട്, ഒരു തമിഴ് നടനുണ്ട്, പേരൊന്നും മക്കാമുള്ളതുകൊണ്ട് ഞാൻ പേര് പറയണത്. ആ തമിഴ് നടനെ പോലെ ഇങ്ങനെ വെള്ളത്താടിയും വെള്ള മുടിയൊക്കെ എന്ത് ചെയ്യാ ഫാഷനായിട്ട് വെച്ച് നടക്കാം. ഞാൻ പറഞ്ഞത് അതല്ല പറഞ്ഞത്. ഏതാ പറഞ്ഞത്? ആ കരീമൊക്കെ ഇത് ചിരിക്കാം, മറ്റേയാണല്ലേ. അല്ലാഹ് ഈമാൻ തരട്ടെ, അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. നര, വെളുത്ത മുടി, വെളുത്ത താടി, നര ബാധിക്കുക. പ്രകൃതിപരമായിട്ടുള്ളതല്ല. ജനിക്കുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് എന്തുണ്ടാവും? നര ഉണ്ടാവും. അതല്ല പറഞ്ഞത്. ജനിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോ പിന്നെ എന്തുണ്ടാകുക? ശരീരത്തിൽ മുടിയിലോ തലയിലോ എവിടെയെങ്കിലും എന്തുണ്ടാകുക? നര ഉണ്ടാവുക. ആ നര എന്ന് പറയുന്നത് നിന്റെ മരണത്തിന്റെ ഒന്നാമത്തെ അടയാള. ഇന്നുകൊണ്ട് പറയുമ്പോ ചില ഉപ്പമാര് പേടിപ്പിക്കാനായിട്ട് രാത്രി അല്ലേ തന്നെ പേടിക്കലാണ് അള്ളാഹു നല്ല മരണം അനുഗ്രഹിക്കട്ടെ. ഒന്നേതാ? നര. 2 ആരംഭ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ അടയാളമേതാ? മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമേതാ? അസ്രായീലിന്റെ പ്രിയമുള്ളവരെ യാക്കൂബ് നബി കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മുതുകുണ്ടല്ലോ, നിന്നെ മുതുകന്റെ പ്രിയപ്പെട്ടവരെ വളഞ്ഞു കഴിഞ്ഞാൽ അത് മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാണ്. നിന്റെ മുതുകുണ്ടല്ലോ, ആ മുതുകന്റെ പ്രിയപ്പെട്ടവരെ വളഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ അടയാളമാണ്. ബഹുമാനപ്പെട്ട അസ്രായീൽ പറഞ്ഞു കൊടുക്കുമ്പോ യാക്കൂബ് നബി എന്റെ പ്രിയമുള്ളവരെ കേട്ട് നിൽക്കുകയാണ്. മൂന്നാമത്തേതാ? പന്മയിലെ പെങ്ങളെ, ഈ കർണാടകയിലെ ചെറുപ്പക്കാരാ, നിങ്ങൾക്കുണ്ടോ എന്റെ പ്രിയമുള്ളവരെ? എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. മൂന്നാമത്തെ അടയാളമേതാ? നിങ്ങൾക്ക് സ്ഥിരമായി രോഗമുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും ഷുഗറാണ്, എപ്പോഴും നിങ്ങൾക്ക് പ്രഷറാണ്, എപ്പോഴും നിങ്ങൾക്ക് കൊളസ്ട്രോൾ ആണ്, എപ്പോഴും തലവേദനയാണ്. ഇങ്ങനെ വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹ് അത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണ് മോനെ. ഒന്നേതാ? നര. പറയുമ്പോ ചില ആളുകൾ എണ്ണീച്ചു പോകണല്ലോ, പറയണ്ടായിരുന്നു. അല്ലാഹ് ഈമാൻ തരട്ടെ. ഒന്നേതാ? നര. 2 മുതുകു വളയുക. 3 സ്ഥിരമായി രോഗം. ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിന് ഭയങ്കര പൈസ ആണെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് ഒന്ന് തുമ്മിയ അപ്പ ബോഡി ചെക്കപ്പ്, ഒന്ന് കാല് മടങ്ങിയാല് ഫുൾ എക്സ്റേ, ചെറുതായിട്ടൊന്ന് മൂക്കൊലിപ്പ് വന്നാല് പിന്നെ ECG മറ്റേതും മറിച്ചെന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ പൈസ അങ്ങോട്ട് കളയും. ചില പെണ്ണുങ്ങൾ അങ്ങനെ. അതല്ല ഞാൻ പറഞ്ഞത്. കറക്റ്റായിട്ട് എപ്പോഴും ഷുഗറും എപ്പോഴും കൊളസ്ട്രോളും അല്ലെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്കാനുള്ള ടൈം കിട്ടണില്ല. എന്റെ പ്രിയമുള്ളവർ, അങ്ങനെ ഈ 3 അടയാളങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മരണത്തിന്റെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം നരച്ചിട്ടുണ്ട്.
നരച്ചിട്ടുണ്ടോ ചെങ്ങാതിമാരെ? താടിയ മുടി നരച്ചിട്ടുണ്ടോ? എത്ര വടിച്ചു കളഞ്ഞിട്ട് ചില ആളുകൾ പറയും ഞാൻ മൊട്ടയടിക്കും ഉസ്താദെ, എന്റെ താടി ഉസ്താദെ നരച്ചു, ഞാൻ എന്നിട്ട് മൊട്ടയടിക്കും. ആ മസ്റായിലിൽ നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ. നരച്ചിട്ടുണ്ടോ? കൊണ്ടുപോകും. രണ്ടെന്താ? മുതുകു വളഞ്ഞിട്ടുണ്ടോ? എന്നാൽ എന്ത് ചെയ്യും? മരണത്തിന്റെ അടയാള. മൂന്ന്, ഇനി എത്ര അസുഖമാണെങ്കിലും പുറത്തു മിണ്ടൂല എന്ന് വെച്ച് അസ്രായി അത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളാകാതിരിക്കും. ഇല്ല, അസുഖമുണ്ടെങ്കിൽ ആർക്കറിയാം? അത് അള്ളാഹ്ക്കറിയാം. അങ്ങനെ മൂന്നാമതായി നിനക്ക് സ്ഥിരമായി രോഗമുണ്ടെങ്കിൽ, രോഗം മാറുന്നില്ലെങ്കിൽ, ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം യാക്കൂബ് നബിയോട് പറയുക, എന്താ പറയണത്? അത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണ്. അല്ലാഹ് ഈമാൻ തരട്ടെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യാ? പ്രതീക്ഷിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു പ്രായമുള്ള അല്ലെ, നമ്മൾ പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെറുപ്പക്കാരാണെങ്കിലും ചിലപ്പോൾ മരണപ്പെടാം. എത്രയോ കുട്ടികള് തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു 10-11 മാസമുള്ള ഒരു പ്രിയപ്പെട്ട ചെറിയ കുട്ടിയാണ് വെന്തുരുകി മരിച്ചത്. അല്ലേ? ഏത് മതം ആയിക്കോട്ടെ, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. AC പൊട്ടിത്തെറിച്ചിട്ട് ആ വീടിന്റെ അകത്ത് ഒരു കുടുംബം മൊത്തം മരണപ്പെട്ടു പോയി. അല്ലേ? നോക്കിങ്ങ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ മാതാവിനെയും ആ മാതാവിന്റെ ചെറിയ കുട്ടിയും കൂടി ഒരുമിച്ച് ഒരു കബറിലാണ് അടക്കിയത്. അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. അല്ലേ? ഞാൻ പറയാ, നമ്മുടെ മടിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറിയ മക്കളുണ്ട്, മുലകൂടി മാറാത്ത ഒരു ഉമ്മമാരൊക്കെ ഇവിടെ ഇരിക്കണുണ്ടാവും. അവരുടെ കയ്യിൽ ചെറിയ ചെറിയ കുട്ടികളുണ്ടാവും. ഈ കുട്ടികൾ നാളെ ഈ പള്ളിയുടെ മിനാരത്തിലൂടെ വിളിച്ചു പറയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാളുടെ ഇന്ന ചെറിയ കുട്ടി 3 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റോ? സഹിക്കാൻ പറ്റോ? മദ്രസയിൽ രാവിലെ ഖുർആൻ ഓതാൻ വന്നതാ, തിരിച്ച് ആംബുലൻസിൽ കഫം പുടവയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന രംഗം സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രക്ഷ വേണോ? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നമസ്കരിക്കുക. നിങ്ങൾ നമസ്കരിക്കുക. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ, ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പഠിച്ചുകൊള്ളുക, പഠിച്ചുകൊള്ളുക. നമസ്കാരം എന്ന് പറയുന്നത് അത് ദീനിന്റെ തൂണാണ്. പ്രിയമുള്ളവരെ, ആരംഭ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, അസ്സലാത്തു ഇമാമുദ്ദീൻ വമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ വമൻ തറകഹാ ഫഖദ് ഹദമദ്ദീൻ. ആരംഭ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഈ മനോഹരമാകുന്ന പന്മലയുടെ പരിസരത്ത് ഒരു വഖത്ത് പോലും എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാതെ ഈ വാളിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പൊരുത്തം നിനക്കുണ്ടാകൂല. ഇവിടെ ഇരിക്കുന്നവരെ സുബ്ഹി നമസ്കരിച്ചവരാണോ? ളുഹർ നമസ്കരിച്ചവരാണോ? അസ്ർ നമസ്കരിച്ചവരാണോ? മഗ്രിബ് നമസ്കരിച്ചവരാണോ? ഇശാ നമസ്കരിച്ചവരാണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കാലൊന്നു പൊട്ടുമ്പോ, കൈയൊന്നു പൊട്ടുമ്പോ, മൂക്കൊന്നൊലിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചവന്റെ പള്ളിയിലേക്ക് കേറാത്ത ചെറുപ്പക്കാരാ, 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 എന്റെ പ്രിയമുള്ള പെങ്ങളെ, വീട്ടില് പണിയെടുക്കുമ്പോ കൈ, എന്റെ പ്രിയമുള്ള പെണ്ണെ, ഒന്ന് മുറിഞ്ഞു കഴിയുമ്പോ നമസ്കരിക്കാത്ത എന്റെ പ്രിയമുള്ള പെങ്ങളെ, റമദാനെ കടന്നു വരുമ്പോ നമസ്കരിക്കാത്ത പെണ്ണെ, നമസ്കരിക്കാത്ത പെണ്ണെ, ആരെന്നറിയോ? നീ ദീനിനെ പൊളിച്ചവളോ, നീ ദീനിനെ പൊളിച്ചവളോ. പടച്ചവനെ, 5 വഖത്ത് നമസ്കാരങ്ങളല്ലോ, പടച്ചവനെ, മരിക്കുന്ന സമയം വരെ നിന്റെ പള്ളിയിൽ വന്നു കണ്ട് നമസ്കരിക്കാൻ തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. എപ്പോഴും ദുആ ചെയ്യണം, റഹ്മാനെ 5 വഖത്ത് നമസ്കാരം റബ്ബേ പള്ളിയിൽ വന്നു കണ്ട് നമസ്കരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു ഈമാൻ തരട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ചങ്ങാതിമാരുണ്ട് ഇപ്പോഴും സുബഹി നമസ്കരിക്കാതെ ഈ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഉണ്ടോ? ഇശാ നമസ്കരിക്കാതെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? നമ്മൾ മഗ്രിബ് നമസ്കരിക്കാതെ ഖളാക്കിയിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒരു ഫായിദയില്ല. അതുകൊണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്നുണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ റൂഹ് പിടിക്കണ സമയത്ത് നിങ്ങൾക്കൊരു വേദന കുറവുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു ഈമാൻ തരട്ടെ. മരിക്കുന്ന സമയത്ത് പോലും എന്റെ പ്രിയപ്പെട്ടവരെ 2 റക്അത്ത് നമസ്കരിച്ച ഒരു മഹാനുണ്ട്, ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് വലിയ സംഭവം. ഈ കൊലക്കേറ് കാണുമ്പോ ആ കൊലക്കേറിനെ മുമ്പിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തത്? 2 റക്അത്ത് നമസ്കരിച്ചത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ കാലൊന്ന് ചെറുതായിട്ട് പൊട്ടുമ്പോ, നമ്മൾ ഫുട്ബോൾ കളിക്കണവരാ, ഫുട്ബോൾ കളിക്കുമ്പോ കാലൊന്ന് മടങ്ങി, അല്ലെ കാലൊന്ന് കീറി, അല്ലെ പെങ്ങന്മാര് മാങ്ങ എറിഞ്ഞപ്പോ കയ്യിലെ വിരലൊന്ന് മുറിഞ്ഞു പോയി. ഇത് മുറിഞ്ഞപ്പോ പിന്നെ ഒരു മാസം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാ പിന്നെ മോദിന സ്ഥാനത്ത് എറിയാ, നമസ്കരിക്കാൻ പറ്റൂലല്ലോ.
തയമ്മും ചെയ്തിട്ട് പെണ്ണെ നമസ്കരിക്കണം, ഉളു എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ചോര ഇങ്ങനെ വരണം. അല്ലോ, ചോര വരാത്തപ്പോ നമസ്കരിക്കണ പോലെ അല്ലെ? അല്ലാഹ് ഈമാൻ തരട്ടെ, അല്ലാഹ് ഈമാൻ തരട്ടെ. കൊലക്കയറ് കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവർ 2 റക്അത്ത് നമസ്കരിച്ച വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു. ആരംഭ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വസിച്ചതിന്റെ പേരില്, ഏകയിലാഹായ അല്ലാഹുവിനെ എന്റെ പ്രിയമുള്ളവരെ വിശ്വസിച്ചതിന്റെ പേരില്, എന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളെ ഉണ്ടല്ലോ അക്രമികൾ എന്റെ പ്രിയമുള്ളവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിടിച്ചുകൊണ്ട് പോകുന്നത് അല്ലാഹ് എവിടെയാണ്? അല്ലോ, എന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളെ ഉണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അക്രമികൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തൂക്കുകയറിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, ഹുബൈബേ, നീ സ്നേഹിക്കുന്ന പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകനെ ഉണ്ടല്ലോ നീ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിൽക്കുന്ന സ്ഥാനത്ത് പ്രവാചകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് പറയുമ്പോ ആരംഭ റസൂലിന്റെ പ്രിയപ്പെട്ട അരിയായി പറഞ്ഞതെന്തോ, ഇല്ല പറയില്ല, ഇല്ല പറയില്ല, ഇല്ല പറയില്ല. എനിക്കെന്റെ ജീവനാ പ്രവാചകനെന്ന് പറയുന്നത്, എനിക്കെന്റെ ജീവനാ പ്രവാചകനെന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് അല്ലാഹ് ഉംറയ്ക്ക് പോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്ത് നിന്ന് തിരിച്ചു വരുമ്പോ അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കർണാടകയിലേക്ക് കടന്നു വരുന്ന എത്രയോ പാവങ്ങളുണ്ട് അല്ലാഹ്. ഇവിടെ ഞാൻ മദീന എന്ന് പറയുമ്പോ, നിബിതങ്ങൾ എന്ന് പറയുമ്പോ, നിബിതങ്ങളുടെ വഫാത്ത് പറയുമ്പോ മനസ്സിന്റെ പ്രിയമുള്ളവരെ കിടിക്കിടാന്ന് വിറക്കുന്ന എത്രയോ താടി വെച്ച ഉപ്പമാരുണ്ട് അല്ലാഹ്, എത്രയോ താടി വെച്ച ചെറുപ്പക്കാരുണ്ട് അല്ലോ. പടച്ചവനെ മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്, മക്ക കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീന ഞങ്ങളുടെ ജീവനാണ് അല്ലാഹ്, മദീന ഞങ്ങളുടെ അഭയമാണ് അല്ലാഹ്, മദീന ഞങ്ങളുടെ എല്ലാമാണ് അല്ലാഹ്, മദീന ഞങ്ങളുടെ കാതലാണ് അല്ലാഹ്, മദീന ഞങ്ങളുടെ തുടിപ്പാണ് അല്ലാഹ്, മദീന ഞങ്ങളുടെ പ്രേമഭാജനമാണ് അല്ലാഹ്, ഞങ്ങൾക്ക് അഭയമാ മദീനയാണ് അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ആ മദീനയുടെ നായകനെ ഉണ്ടല്ലോ ഈ തൂക്കുകയറിന്റെ കീഴില് നബി തങ്ങളാണ് നിൽക്കുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളോട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അക്രമികൾ പറയുമ്പോ ഞാൻ പറയൂല. ഇത് കേട്ടുകൊണ്ട് വിറങ്ങലിച്ചുകൊണ്ട് അല്ലോ, എന്റെ പ്രിയമുള്ളവരെ ഹുബൈബ് തങ്ങളെ ഉണ്ടല്ലോ കൊലക്കയറിന്റെ കീഴിലേക്ക് കൊണ്ടുപോകുമ്പോ പടച്ചവനെ ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ വിറക്കുന്നില്ല, പതറുന്നില്ല, കരയുന്നില്ല. ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളോട് ചോദിക്കുകയാണ്, നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവസാനമായി ആഗ്രഹമുണ്ടോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ പറയുകയാണ്, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറയുകയാണ്. മനോഹരമായ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നില്ല, എനിക്കെന്റെ കൂട്ടുകാരെ കാണണമെന്ന് പറയുന്നില്ല, എനിക്കെന്റെ കൂടപ്പറപ്പിനെ കാണണമെന്ന് പറയുന്നില്ല. അല്ലാഹുവേ, എനിക്കെന്റെ അവസാനത്തെ ആഗ്രഹം റബ്ബേ, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊലക്കയറിന്റെ കീഴിൽ എന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ നമസ്കരിക്കുകയാണ്. അതാണ് എന്റെ പ്രിയമുള്ളവരെ ഈമാൻ എന്ന് പറയുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, മരണമെന്ന് പറയുന്നത് ഏത് സമയത്തും കടന്നു വരുന്നതാണ്. അതുകൊണ്ട് നിന്റെ റൂഹ് പിടിക്കുമ്പോ അതാ ഇസ്രായേൽ കൊണ്ടുപോകുമ്പോ വേദനയില്ലാതെ പടച്ചവന്റെ ഹദറത്തിലേക്ക് പോകണമെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ 5 വഖത്ത് ഈ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിച്ചു കൊള്ളുക. ഇവിടെ മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട
മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ കറക്റ്റ് വന്നിട്ട് നമസ്കരിക്കാം. അള്ളാന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. എടാ ചെങ്ങാതി, അള്ളാന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവരാരാ? അള്ളാന്റെ പള്ളിക്കകത്ത് വന്നിട്ട് ഇമാമിന്റെ പുറകിലത്തെ സഫില് വലത്തെ ഭാഗത്ത്, ഒന്നാമത്തെ സഫില് വലത്തെ ഭാഗത്ത് നിൽക്കുന്നവരാരെന്ന് പറയണത് അള്ളാന്റെ അയൽവാസികൾ. അല്ല ഈമാൻ തരട്ടെ. നമ്മളൊക്കെ മരണപ്പെട്ട് നാളെ ചെല്ലുമ്പോ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അല്ല ചോദിക്കും, അയിന ജീറാൻ, എന്റെ അയൽവാസികൾ ചോദിക്കും. ആ സമയത്ത് പറയണം, അല്ലാഹ് ഈ പന്മലയുടെ പള്ളിക്കകത്ത് റഹ്മാനെ ഒന്നാമത്തെ സഫില് ഇമാം ഉസ്താദിന്റെ ദാരിമി ഉസ്താദിന്റെ വലത്തെ ഭാഗത്ത് ഞാൻ വന്ന് നമസ്കരിച്ചവനാണ്. അല്ല ഈമാൻ തരട്ടെ. അങ്ങനെ പറയാൻ പറ്റണ്ടേ? അല്ലാതെ ബാങ്ക് കൊടുക്കുമ്പോ ചില ശൈത്താന്മാരുണ്ട് പള്ളിയിൽ അതുവരെ ഉണ്ടാകും. അതുവരെ ഈ മക്കാമിന്റെ പരിസരത്തുണ്ടാകും. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയുമ്പോ എന്ത് ചെയ്യും? നേരെന്തിയും ഓടും. അല്ലാഹു ഈമാൻ തരട്ടെ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേദന മാറണമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ കുമ്പിട്ട് നമസ്കരിക്കുക. അല്ലാഹു ഈമാൻ തരട്ടെ. അള്ളാന്റെ അയൽവാസികൾ മാത്രം അത് അല്ല. നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് തരുന്ന വേറൊരു വലിയ പ്രതിഫലമുണ്ട്. ആരംഭ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, അള്ളാന്റെ മലക്കുകളുണ്ടല്ലോ, ദുആ ചെയ്യുന്ന 5 വിഭാഗമുണ്ട് മോനെ. അതിൽ രണ്ടാമത്തെ വിഭാഗമാരാ? പടച്ചവന്റെ പള്ളിയിൽ നിന്ന് തന്നെ പ്രിയമുള്ളവരെ, മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹുവേ ഈ പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ സഫില് ഇമാം ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നതാരാ? ആ ഇമാമ് ഫാത്തിഹ ഓതുമല്ലോ. ആ ഫാത്തിഹയുടെ അവസാനം എന്റെ പ്രിയമുള്ളവരെ ഇമാം ഉസ്താദ് ദുആ ചെയ്യുമല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇമാം ഉസ്താദ് ദുആ ചെയ്യും. ഈ ദുആ ചെയ്യും ഫാത്തിഹയിൽ എന്ത് ചെയ്യും? അവസാനം ഈ ദുആയുടെ ആയത്ത് ഇങ്ങനെ ഓതും. എന്നിട്ട് എന്ത് ചെയ്യും? ഇമാം ഉസ്താദ് ആമീൻ പറയുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ, ഒരു മഅ്മൂമ്, ആ ഇമാം ഉസ്താദ് ആമീൻ പറയുന്ന സമയത്ത് തന്നെ ഈ മഅ്മൂമ് ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് എന്ത് ചെയ്യും? അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാ നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാ? നമ്മുടെ മക്കൾ എങ്ങനെയാ? പള്ളിയിൽ വരും. ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ ചില ദിവസമൊക്കെ ഈ നിസ്കരിച്ച് സലാം വീട്ടി കഴിയുമ്പോൾ ചില ദിവസമൊക്കെ ഇടത്തോട്ട് വീട്ടുമ്പോൾ ചില പിള്ളേര് അപ്പം അല്ലെ ഉസ്താനൊക്കെ അനുഭവം ഉണ്ടാവും അല്ലെ, ഇമാമ് നിൽക്കുന്നവരാണെങ്കിൽ അനുഭവം ഉണ്ടാവും. ആദ്യത്തെ സലാം വീട്ടി രണ്ടാമത്തെ സലാം വീട്ടി കഴിയുമ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ അവിടെ കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് അല്ലെന്ന് ഇമാമിനെ കാട്ടി മുന്നേ ചില കുട്ടികളുണ്ട് നേരെ ചിലപ്പം ഫാത്തിഹ ഓതി റുക്കൂയിൽ പോയി ഇത്തിദാൽ എന്നിട്ട് സുജൂദിൽ പോണതിന് മുമ്പ് കുട്ടികൾ ചിലപ്പോൾ എന്ത് ചെയ്യും? സുജൂദിൽ പോയിട്ടുണ്ടാവും. റമളാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഉസ്താദന്മാരേതാ? എനിക്കാ. ഇവിടെ ഇപ്പൊ നാളെ വരുന്ന ഉസ്താദിന് ഏറ്റവും കൂടുതൽ ഫാൻസ്, ഇനി ഇവിടെ ഏറ്റവും അവസാനം പറഞ്ഞു ജിഫ്രി തങ്ങൾക്ക് ഫാൻസ്. റമളാനിൽ ജിഫ്രി തങ്ങൾക്കൊന്നുമില്ല ഫാൻസ്. റമളാനിൽ ഇവിടെ ഇരിക്കുന്ന ദാരിമി ഉസ്താദിന് ഫാൻസ് ഉണ്ടാവും. ഇവിടെ ഉസ്താദ് ഫാൻസ് ഉണ്ടോ റമളാനിൽ ഉസ്താദ്? റമളാനിൽ അല്ലേ തോലും ഉസ്താദ് നമ്മളെ പിള്ളേര്. റമളാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഉസ്താദന്മാരേതാ? ഇപ്പൊ പന്മല പള്ളിയിൽ ഇവിടുത്തെ ഉസ്താദ് തറാവീഹിന് ഹിഫ്ളാണെങ്കിൽ ഹാഫിളാണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും? ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനത്തെ ഉസ്താദന്മാർക്ക് ഫാൻസ് കുറവായിരിക്കും. റമളാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഉസ്താദന്മാരേതാ? അലം തറ തൊട്ട് കുല്ല ഉദുബ റബ്ബിന്നാസ് ഓതുന്ന ഉസ്താദന്മാർക്ക് വലിയ ഫാൻസാ. എടാ വലിയ ഫാൻസാ. ഞാൻ വെറുതെ പറയണതല്ല. നമ്മൾ ഹാഫിദ് അല്ലാത്തതുകൊണ്ട് പള്ളിയിലുള്ള സമയത്ത് എന്ത് ചെയ്യും? വലിയ സൂറത്തൊന്നും ഓതില്ല. തറാവീഹ് ചെറിയ സൂറത്ത് വെച്ച് ഇങ്ങനെ മുട്ടി പോകും. നമ്മുടെ പള്ളിയിൽ വലിയ ആളാ, അപ്പുറത്തെ മഹല്ല് പള്ളിയിൽ വലിയ ഉസ്താദാ, വലിയ ഹാഫിദാ. ആ പള്ളിയിൽ എന്താ ആള് കുറവാ. നമ്മുടെ ഓത്ത് കേൾക്കാൻ പറയണത് അല്ല, പെട്ടെന്ന് തീർത്തിട്ട് നേരെ വീട്ടിൽ പോവാം. അല്ലാഹ് ഈമാൻ തരട്ടെ. അതാ പറയണത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉസ്താദന്മാരേതാ? ഇനി നാളെ ക്ലിപ്പാക്കി ഇറങ്ങുന്ന സംശയം അല്ലേ? ചിലപ്പോൾ ട്രോളാൻ വേണ്ടി ക്ലിപ്പ് ചെയ്ത് ഇറക്കും. ക്ലിപ്പായിട്ട് ഇറക്കും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് അറിയാം. ഞാൻ പണ്ട് പഠിക്കണ സമയത്ത് റഹ്മത്തുള്ള കാസിമി ഉസ്താദിനെതിരെ ഒരു ട്രോള് വന്നിരുന്നു.
ഈ ട്രോള് വന്ന സമയത്ത് ഞാനൊന്ന് പഠിക്കണ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, അതിനൊരു പ്രതികരണം കൊടുത്തു. റഹ്മാനെ അതുകൊണ്ട് പ്രതികരിച്ചതിന് ശേഷം ICU എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. ഈ ട്രോളുകാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, വലിയ ഗ്രൂപ്പാ, 5 ലക്ഷം 6 ലക്ഷം ഉള്ള ഗ്രൂപ്പാ. അതിലൊക്കെ എന്ത് ചെയ്തു, എന്നെ വെച്ച് പിന്നെ ട്രോളാൻ തുടങ്ങി. ഞാനും മമ്മൂട്ടി നിൽക്കണ ഫോട്ടോ, ഞാനും മോഹൻലാൽ നിൽക്കണ ഫോട്ടോ, ഞാനും സലീം കുമാർ നിൽക്കണ ഫോട്ടോ, ഇങ്ങനെ ഓരോ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ട്രോള്, അത് ട്രോളിന്റെ കാലഘട്ടം അല്ലെ. അള്ളാഹ് ഈമാൻ തരട്ടെ. അത് നമ്മൾ പേടിച്ചിട്ട് പറയാനുള്ള ഒരു കാര്യമില്ല, നമ്മൾ പറയാനുള്ള എന്തെങ്കിലും പറയണം. അതാ പറഞ്ഞു വന്നെന്താ, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഉസ്താദ്മാര് അപ്പോഴാ അല്ലെ. നിങ്ങള് തെക്കൻ ജില്ലയിലേക്കൊക്കെ ഒന്ന് നോക്കണം, അവിടെയൊക്കെ കൂടുതൽ എന്താണ് ഉസ്താദന്മാര് ഹാഫിളീങ്ങളായിരിക്കും ഇമാമത്ത് നിൽക്കുന്നത്. കൊല്ലം ജില്ല, കരുനാഗപ്പള്ളി, നിങ്ങൾ തിരുവനന്തപുരം ജില്ല, അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും ഹാഫിളീങ്ങളാണ്. കാരണം ഹനഫി മദ്ഹബാണ് കൂടുതൽ. ഹനഫികളിൽ കൂടുതൽ എന്തുണ്ടാവും, ഹാഫിളീങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഹാഫിളീങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓരോ പള്ളികളിൽ പോയി നിന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഹത്തം തീർക്കല. ഞാൻ കണ്ടിട്ടുള്ളതാ. അവിടെ ഉസ്താദിന്റെ പുറകിൽ നിൽക്കണത് ചെറുപ്പക്കാരല്ല, പ്രായമുള്ള 60, 70, 80 വയസ്സുള്ള പ്രിയപ്പെട്ട ഉപ്പമാര്. അള്ളാഹു നല്ല ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ പറയാ, നമ്മുടെ പള്ളിയിൽ ഇപ്പൊ ഇവിടുത്തെ ഉസ്താദ് നാളെ തൊട്ട് ഇപ്പൊ ഹത്ത് ഓതുക, തറാവീഹിന് ഇവിടുത്തെ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചു ഉസ്താദ് ഹത്ത് ഓതുക. ഉസ്താദ് ഹത്ത് ഓതത്തേ ഉള്ളൂ അല്ലേ. ഉസ്താദ് ഹത്ത ഒറ്റയ്ക്ക് ഉസ്താദ് മോദിന് ഉസ്താദ് ഓതത്തേ ഉള്ളൂ, ബാക്കിയുള്ളവരുണ്ടാവോ? ഉണ്ടാകൂല. അത് ഈ കർണാടകയിലെ പ്രശ്നം മാത്രം അല്ല. നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അലസതയായി പോയി. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ പറയുന്നത്, അല്ലാഹുവേ ആരെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന ഓഫർ എന്താ? അല്ലാഹു കൊടുക്കുന്ന ഓഫർ എന്താ? ആരംഭ റസൂൽ പറയുകയാണ്, അല്ലാഹുവേ തീവാറുന്ന കണ്ണുകളുമായിട്ട് അസ്രായീലിന്റെ പ്രിയപ്പെട്ടവരെ റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ, പടച്ചവനെ നിന്റെ റൂഹ് പിടിക്കുന്നതല്ലാ വേദനയില്ലാതെയാണ്. അല്ലാ വേദനയില്ലാതെ ആയിരിക്കും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്, സയ്യിദ് സാഹിദീൻ. ഈ ദുനിയാവിന്റെ എല്ലാവിധ ആഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന ആളാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന വലിയൊരു മഹാൻ. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി നീ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം, നല്ല മരണം കിട്ടാൻ വേണ്ടി അല്ലേ. വലിയ മഹാനാ ഈ ബഹുമാനപ്പെട്ടവരെന്ന് പറയണത്. ഭരിക്കുന്ന സമയത്ത് ഭരണ കാലഘട്ടത്തില് ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ ആളാ അല്ലെ. ഞാൻ പറഞ്ഞു, ഈ പ്രദേശത്ത് ഒരു പട്ടിണി വന്നാല് ആദ്യമേ പട്ടിണി വരേണ്ടത് ആരുടെ വീട്ടിലാ? ഭരിക്കുന്ന ആളുടെ വീട്ടിലാ. ഇവിടെ ഭരിക്കുന്ന ആളുടെ വീട്ടിലാ. ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ ഉണ്ടെങ്കിൽ അതാരുടെ വീട്ടിലായിരിക്കും? ഭരിക്കുന്ന ആളുടെ വീട്ടിലായിരിക്കും. അല്ലാഹ് ഈമാൻ തരട്ടെ, അല്ലാഹ് ഈമാൻ തരട്ടെ. പക്ഷെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാൻ മരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു പട്ടിണി വന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ആദ്യമേ പട്ടിണി വരുന്നത്. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? മകനോട് പറഞ്ഞു. അത്രയും തഖ്വയുള്ള ഇഖ്ലാസുള്ള അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പം ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ടവരെന്നെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അല്ലാഹുവേ അങ്ങനെ പറഞ്ഞിട്ടല്ലാ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തതിന് ശേഷം അല്ലാഹുവേ ബഹുമാനപ്പെട്ടവരെന്റെ പ്രിയമുള്ളവരെ തലയിങ്ങനെ ഉയർത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവരെന്നെ പ്രിയപ്പെട്ടവരെ തലയിങ്ങനെ ഉയർത്തുമ്പോ അവിടെ നിന്ന് ആളുകൾ പറയുന്നു, മഹാനോട് പറയുന്നു, എന്തേ നിങ്ങൾ അത്ഭുതത്തോടു കൂടി നോൽക്കുന്നതെന്തേ? നിങ്ങൾ ഇങ്ങനെ കണ്ണു തുറന്നിട്ട് അത്ഭുതത്തോടു കൂടി നോൽക്കുന്നതെന്തേ? ബഹുമാനപ്പെട്ടവരോട് പറയുമ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞതെന്തോ, ഞാനിങ്ങനെ കണ്ണു തുറന്നിട്ട് ഇങ്ങനെ ദൂരത്തേക്ക് നോക്കുമ്പോ എനിക്ക് 500 മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ട് മക്കളെ. അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്തിട്ട് കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 500 പേരെന്റെ പ്രിയമുള്ളവരെ, 500 മലക്കുകൾ എന്റെ പ്രിയമുള്ളവരെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുകയാണ്. ഓരോ മലക്കുകളും എന്റെ പ്രിയമുള്ളവരെ അദ്ദേഹത്തോട് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വന്നതാണ്. അതിലൊന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് പറയുന്നതെന്താ? നിനക്ക് സ്വർഗത്തിൽ
ഹൂറലീങ്ങളുണ്ട് മോനെ. രണ്ടാമത്തെ മലക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ് നിനക്ക് സ്വർഗത്തിൽ കൊട്ടാരമുണ്ട്. മൂന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് പറയുകയാണ് നിനക്ക് സ്വർഗത്തിൽ എന്താ, നിനക്ക് സ്വർഗത്തിൽ മനോഹരമാകുന്ന അരുവികളുണ്ട്. ഇങ്ങനെ 500 മലക്കുകൾ എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ 500 അത്ഭുതങ്ങളല്ലോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ നാട്ടിലൊരു പട്ടിണി ഉണ്ടെങ്കിൽ ആദ്യമായി പട്ടിണി വരുന്നത് എവിടാ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലാ. ആ മഹാനുണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തത് എന്താണ്? എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ, ഈമാനുള്ള മരണം തരണേ അല്ലാ.